നല്ല കണമ്പ് മീനും മാങ്ങയും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു കറിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കണമ്പ് നല്ല ടേസ്റ്റി ഫിഷാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു മൺചട്ടിയിൽ ഞാൻ മാങ്ങയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കും. സാധാരണ എപ്പോഴും നമ്മൾ രണ്ടാം പാലിലാണ് വേവിക്കുന്നത്. ഇത് ഞാൻ വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് പറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി വേണം ആ തേങ്ങാപ്പാൽ രണ്ടാം പാലിൽ കിടന്ന് ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കണമ്പ് പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കണമ്പെന്ന് പറഞ്ഞ ഫിഷ് തിരുതയുടെ ചെറിയ ഫിഷാണ്. അത് ഭയങ്കര നല്ല ടേസ്റ്റി ഫിഷുമാണ്. അത് ഒരു നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടുപ്പിച്ച് വരഞ്ഞ് നമുക്ക് ആ തേങ്ങാപ്പാലിലും മാങ്ങയിലും കിടന്നൊക്കെ വെന്ത് വരുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനത് ഓരോ മീൻ കഷ്ണങ്ങൾ നമ്മുടെ ആ തേങ്ങാപ്പാൽ ഗ്രേവിയിലിട്ടിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ആ മീൻ വേവുന്ന സമയം ഒരു 5 to 7 മിനിറ്റ്സ് മതിയാവും. മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തലപ്പാൽ ഒരു 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ആദ്യത്തെ പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം. ആ തിള അങ്ങ് നിൽക്കട്ടെ. അങ്ങനെ ചട്ടി തന്നെ ഇരുന്നാൽ മതി. വേറൊരു പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് നല്ല ചെറിയ ഉള്ളി നല്ല സ്ലൈസ് ചെയ്ത്, ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താൽ നല്ല സ്വാദാണ്, പ്രത്യേകിച്ച് വറുത്തിടുന്നതിന്. അപ്പോൾ ചെറിയ ഉള്ളി നല്ല ഇങ്ങനെ മൊരിഞ്ഞ് വരണം. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ചെറിയ ഉള്ളി വറുത്തതും കടുകും ഉലുവയും എല്ലാം കൂടെ നമുക്ക് ആ മീൻ കറിയുടെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ പാനിലോട്ട് തന്നെ കുറച്ച് ആ മീനിൻ്റെ ഗ്രേവി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കണമ്പ് മാങ്ങ പാൽക്കറി തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഞാൻ ഗാർണിഷായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ നോക്കുക. താങ്ക് യു.